ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ഒരു മിനി വ്ളോഗാണ്. ഞാൻ കല്യാണത്തിന് പോകുന്നതിൻ്റെ ആണ്. പക്ഷേ എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് എന്താ വ്ളോഗ് എടുക്കാത്തതെന്ന്. അപ്പം ഞാൻ ഓർത്ത് വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോഴേക്കും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോഴേക്കും എൻ്റെ അനിയന് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അനിയൻ്റെ ഒരു ഗെയിം എൻ്റെ വേറൊരു അനിയൻ കളിച്ചു കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് കളിക്കുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു ഫേസ് പാക്ക് കാണിച്ചു തരാം. അതിന് കോഫി പൗഡർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കോഫി പൗഡർ ബ്രൂവിൻ്റെ ആണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പാലും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണക്കം മിക്സ് ചെയ്യണം. ഇത് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ എനിക്ക് നല്ലോണക്കം വിശന്നപ്പോൾ ഞാനൊരു മുട്ട വറുത്ത് കഴിക്കുവാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. നല്ല മഴയാണ് പുറത്ത്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല മഴയാണ്. എന്നിട്ട് ഞാൻ ആ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് വന്ന് ഇവിടെ ഇരിക്കുവാണ്. ഇരുന്ന സമയത്ത് എനിക്ക് അറിയാമായിരുന്നു ഇത് ഞാനൊരു കല്യാണത്തിന് പോകുന്നതിനൊക്കെ മുമ്പ് എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു മാസ്കാണ്. ഒരു ഫേഷ്യൽ എഫക്റ്റാണ് ഇത് കിട്ടുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം നല്ലോണമൊക്കെ ഫേസ് വാഷ് ഇട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഞാനിത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കോഫി പൗഡറിൻ്റെ മാസ്ക് ഇട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് തന്നെ ലാസ്റ്റിന് മുഖം കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ലോണമൊക്കെ ചിരി വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ചോദിച്ചു എന്താണ് വ്ളോഗ് ഇടാത്തത്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോഴേക്കും അതാണ് എൻ്റെ ഇൻസ്പയർ ആയിട്ട് ഞാനിപ്പോൾ വ്ളോഗ് ഇടാനുള്ള കാര്യം. അത് കഴിഞ്ഞപ്പോൾ ഏതിന് കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻ്റേണൽ എക്സാം ആയിരുന്നു. അപ്പോഴേക്കും ഒട്ടും ടൈമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇടാഞ്ഞത്. പിന്നെ പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ചെവി വേദനയായിരുന്നു. പിന്നെ അതിനൊക്കെ മരുന്ന് മേടിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഈ കോഫി പൗഡർ മാസ്ക് വളരെ നല്ലതാണ്. ഈ മാസ്ക് ഇടുന്ന വഴി നമ്മുടെ സ്കിന്നിന് നല്ലോണമൊക്കെ ഒരു ക്ലെൻസിങ് എഫക്റ്റും നല്ലൊരു ഗ്ലോയുമാണ് കിട്ടുന്നത്. കോഫി പൗഡറിന് നല്ലൊരു ഗ്ലോ തരാനുള്ള കഴിവുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡായിരിക്കും. ഓയിലി സ്കിന്നുകാർക്ക് നമ്മൾ കേർഡായിരിക്കും നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ മുഖം നല്ലോണമൊക്കെ ടാൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ സ്കിന്നിന് വേണ്ടി. അപ്പോൾ ഞാൻ വീട്ടിൽ ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഇന്ന് ഈ മാസ്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന വഴി എൻ്റെ അനിയന്മാരെല്ലാം വന്ന് നല്ലോണമൊക്കെ ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ഞാനിതിട്ടിട്ട് ഒരു 30 മിനിറ്റോളം ഇടും. 30 മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുന്ന സമയത്ത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകുന്നതായിരിക്കും നല്ലത്. അതും ഒറ്റയടിക്ക് കഴുകലും നല്ലോണം ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകണം. അങ്ങനെ നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പറയാനാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന പകുതി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ എൻ്റെ വ്യൂസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുന്തോറും കൂടി വരുന്നുണ്ട്, ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഗൈസ്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഏക സന്തോഷമെന്ന് പറയുന്ന വീഡിയോ ഇടാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഏത് കണ്ടൻറ്റാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോഴേക്കും എനിക്കത് പറ്റുവാണെങ്കിൽ ഞാനത് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്കിത് കഴുകി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പുറത്ത് ഞാൻ കാണിക്കുന്നുണ്ട് നല്ല മഴയാണ്. എൻ്റെ അനിയൻ അവിടെ ഇരുന്ന് എന്തോ ഒരു കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവനാണ് ഇതെടുത്ത് എറിഞ്ഞ ടൈൽസിലൊക്കെ എറിയും. ഞാനത് പെരുക്കും. ഇത് തന്നെയാണ് എൻ്റെ പരിപാടി. എന്നിട്ട് ഞാനത് കോഫി മാസ്ക് കഴുകിയിട്ടുള്ള റിസൾട്ടാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലൂ കുർത്തയും അതേപോലെ റെഡ് ലെഗിനുമാണ് ഞാൻ ഇട്ടിരുന്നത്. ഈ കുർത്ത ഞാൻ മേടിച്ചത് മീഷോയിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ ഡോട്ടാനിക്കീൻ്റെ മോയ്സ്ചറൈസറായിരുന്നു ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു. ഞാനിതൊരു കല്യാണത്തിന് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഫൗണ്ടേഷനൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഫൗണ്ടേഷൻ ഇടാറില്ല. നിങ്ങൾക്ക് എൻ്റെ വേറെ ഗെറ്റ് റെഡി വിത്ത് മീയിൽ കാണാൻ പറ്റും. ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാ പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ കോമ്പാക്ട് പൗഡറൊന്നും ഇല്ല. പിന്നെ ഞാൻ വെയിലത്തൊന്നും അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. കാരണം നല്ലോണമൊക്കെ ഒലിച്ചിറങ്ങും. എന്നിട്ട് ചോദിക്കും എല്ലാവരും മേക്കപ്പ് ഇട്ടോ എന്ന്. അതുകൊണ്ട് ഞാൻ തണുപ്പായതുകൊണ്ടാണ് ഇട്ടത്. പിന്നെ ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ താഴത്ത് കണ്ണെഴുതി. ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ലായിരുന്നു ഗൈസ്.
ഒത്തിരി ആൾക്കാർ ചോദിച്ചു. നേരത്തെ പറഞ്ഞ പോലെ താഴ്ത്തിന ഇത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മുകളിൽ കണ്ട ഇത് എനിക്ക് കഴിയില്ലായിരുന്നു. പിന്നെ നമുക്ക് അണ്ടർ ആമിലെ ഡാർക്ക്നെസ്സൊക്കെ മാറാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് എൻചാൻഡറിൻ്റെ അണ്ടർ ആം റോൾ ഓൺ. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കല്ല് പൊട്ടാണ് എടുത്ത് വെച്ചത്. ഈ കല്ല് പൊട്ടിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കല്ലില്ലായിരിക്കും, പൊട്ടിൻ്റെ ആ ഒരു സ്റ്റിക്കർ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഞാൻ പിന്നെ ആ കല്ലെടുത്ത് മാത്രം തൊട്ടു. അതെനിക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. ഞാൻ പിന്നെയും എടുത്ത് അത് തന്നെ വെച്ചോണ്ടിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്. ലിപ് ബാം യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലിപ് ബാം ഞാൻ സ്പിറ്റണിയിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ നല്ലോണം ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആ പൊട്ട് മാറ്റിയിട്ട് ഒരു റെഡ് കളറിൽ മറ്റേ ചാന്ത പൊട്ടില്ല, കുറേ കളേഴ്സൊക്കെ ഉള്ള 20 രൂപയ്ക്ക് നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്നത്, ആ പൊട്ടില്ല പറഞ്ഞാണ് ഞാൻ എടുത്ത് തൊട്ടേക്കുന്നത്. എന്നിട്ട് ഞാൻ എന്തോ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ കമ്മൽ മാറ്റിയിട്ട് ജിമുക്ക കമ്മലാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കൊടൻ ചിമുക്ക പോലെ. പിന്നെ ഞാൻ പൊടിയൊക്കെ കെട്ടി. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ലിപ്സ്റ്റിക്ക് ലവറാണ്. എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് എപ്പോഴും ഇടുന്ന കൊള്ളത്തില്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നോട് എല്ലാവരും പറയും ലിപ്സ്റ്റിക്ക് ഇടണ്ടാന്ന്. പക്ഷേ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇടുന്നതാണ്. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ലോണമൊക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതെൻ്റെ റെഡ് ലിപ്സ്റ്റിക്കാണ്. വേറൊരു ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതെനിക്കത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാനതെടുത്ത് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുവാണ്. ലിപ്സ്റ്റിക്ക് ഇടുന്ന കുറേ നേരം ചടങ്ങാണ്. പിന്നെ ഞാൻ അത് തന്നെ എടുത്ത് കണ്ണിൻ്റെ മുകളിൽ ഐഷാഡോ ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. ഇതൊന്നും എടുത്ത് ഐഷാഡോ ഒക്കെ ഇടാൻ പോലും കൊള്ളത്തില്ല, കാരണം ലിപ്സ്റ്റിക്കിൻ്റെ സാധനമല്ല. അതിൻ്റെ അകത്ത് എന്തോ ഒരു ലിൻറ്റ് പോലത്തെ സാധനം ഉള്ളതുകൊണ്ട് അതങ്ങനെ കണ്ണിലിടുന്നത് നല്ലതല്ല. പിന്നെ ഞാനത് തന്നെ എടുത്ത് ബ്ലഷായിട്ട് ഇടുന്നുണ്ട്. ബ്ലഷായിട്ടിടുന്ന സമയത്ത് ഇച്ചിരി കൂടിപ്പോയി. പിന്നെ ഞാനതെടുത്ത് തുടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ ഞാൻ ഇനി ഒരു ലിപ്സ്റ്റിക്കിൻ്റെ എൻ്റെ ഒരു കളക്ഷൻസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം ഗൈസ്. ഞങ്ങളിവിടെ എൻ്റെ വലിച്ചൻ എപ്പോഴും പാട്ടിൻ്റെ അടിത്താണ് അത് ഇട്ടുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകാനായിട്ട് എല്ലാവരും കൂടെ നടക്കുവാണ്. ഇത് സദ്യക്ക് വേണ്ടി ഇരുന്നപ്പോഴേക്ക് ഞങ്ങൾ ചെന്നോടനെ കിട്ടി. ഇതെല്ലാ കറിയൊക്കെ ഇങ്ങനെ വിളമ്പുന്നതാണ്. പിന്നെ അതേ ചോറ് വന്ന്, പപ്പടം വന്ന്, പിന്നെ ബ്ലാക്ക് പായസം ഉണ്ടായിരുന്നു, വൈറ്റ് പായസം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനുഷ്യ ക്ഷീണിച്ചൊരു പരിപാടിയായിട്ട് എൻ്റെ അനിയനെ എടുത്തുകൊണ്ട് ഞാൻ നടക്കുവാണ്. നടക്കാൻ കഴിയലായിരുന്നു. ഞങ്ങൾ വീട്ടിലാണ് ഗൈസ്. എന്നിട്ട് ഞാൻ പോകുന്ന 2-3 സ്നാപ്പൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. നല്ല മഴക്കാർ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. ഞങ്ങളോടൊക്കെ വെള്ളം ചെറുതായിട്ട് വീണു. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ലവ് യു ഗൈസ് എല്ലാവരും. ലവ് യു ഗൈസ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.